ഇവിടെ അടുത്തൊരു ധന്വന്തരി ക്ഷേത്രം ഉണ്ടോ ചേച്ചി? ഇല്ല, അത് പട്ടാമ്പിക്കടുത്തല്ലേ? ഇവിടെയല്ല സാർ. ചേച്ചി രവിസാറിന്റെ ബന്ധത്തിലുള്ളതാണ്. ഡോക്ടർ ഉണ്ണി വലിയ ഡോക്ടറാണ്. ശിവൻ വൈദ്യനാഥനാണ്. സേവിക്ക് പ്രാർത്ഥനയിലൊന്നും വിശ്വാസം കാണില്ല അല്ലേ? അടുത്തല്ലേ, നടക്കാം. കരിമുത്തിൽ എവിടെങ്കിലും കണ്ടുണ്ടോ ബാബു? വയലിലൊക്കെ ഉണ്ട്. വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ കണ്ടു. അത് വെളുത്ത മുത്തിലാണ്. മുമ്പൊക്കെ ഓരോ പറമ്പിലും എത്ര മെഡിസിൻ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു, എല്ലാം പോയി. പാലക്കൽ കിഴക്കേതിൽ മരിച്ച ഉണിച്ചിരി അമ്മോകൻ 1-ാം നമ്പറുകാരൻ രവിശങ്കർ 34 വയസ്സ്, പത്രപ്രവർത്തനം. മേപ്പടി രവിശങ്കറിന്റെ ഭാര്യ മാലിനി 28 ഞാൻ ഡോക്ടർ കെ.ആർ. ഉണ്ണി. ഓർമ്മയുണ്ടോ? കരോൾ ബാഗ് ഡോക്ടർ രാമനുണ്ണി. ആ, ബാബു ഡോക്ടർ ഉണ്ണി എന്ന് പറഞ്ഞപ്പോ 10-12 കൊല്ലായില്ലേ? ഞാൻ ഡൽഹിയിലെ ജോലി അന്വേഷിച്ച് കുറച്ചു കാലം നിന്നപ്പോ ഇവരുടെ ലോഡ്ജിലായിരുന്നു. ഞാൻ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് വിടുമ്പോ താൻ ശങ്കേഴ്സ് വീക്കിൽ കയറിയിരുന്നു എന്നാണ് ഓർമ്മ. അത് 3 മാസം, പിന്നെ നാട്ടിലേക്ക് പോന്നു. ഒരിക്കൽ ആരോ പറഞ്ഞു താൻ വിപ്ലവം ഉണ്ടാക്കാൻ നടന്നു. അത് പടിപ്പുറത്ത് എത്തിയില്ല എന്ന് കണ്ടപ്പോ വിട്ടു. പിന്നെ കേട്ടത് ട്യൂട്ടോറിയൽ കോളേജ് നടത്തുന്നു, മനുഷ്യർക്ക് മനസ്സിലാവാത്ത മലയാളത്തിൽ ചിലതൊക്കെ എഴുതുന്നു എന്നൊക്കെയാണ്. അതുവരെ റിപ്പോർട്ട് കിട്ടി. ശേഷം കഥ ശിഷ്യൻ ബാബു പ്രസാദിൽ നിന്നറിഞ്ഞു. ചായ വേണ്ട? ഞാൻ ഡോക്ടറെ പറ്റി ഒരു ഫീച്ചർ ചെയ്തിട്ടുണ്ട് സാർ. ഞാൻ ഡോക്ടർ റഹീമുമായിട്ട് സംസാരിച്ചു. റഹീമിനെ എനിക്കറിയാം. വാഷിംഗ്ടണിൽ ഒരു കോൺഫറൻസിന് വന്നപ്പോ എന്റെ കൂടെയാണ് താമസിച്ചത്. ഈസ് ഗുഡ്. പക്ഷെ രവി ഇങ്ങോട്ട് പോകുന്നത് വളരെ നന്നായി. അവസാനം ഇവിടെ മതിയെന്ന് നിശ്ചയിച്ചു. സെന്റിമെന്റ്സ് എന്നോ നൊസ്റ്റാൾജിയ എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇയാൾ തോൽവി പറഞ്ഞ് മരിക്കാൻ തയ്യാറായി വന്ന് കിടക്കുകയാണല്ലേ? വേറൊന്നും ചെയ്യാനില്ലെന്ന് ഡോക്ടർ റഹീം തന്നെയല്ലേ പറഞ്ഞത്? ഈസ് റൈറ്റ് ആൻഡ് ഹീസ് ഗുഡ്. അയാൾക്കൊന്നും ചെയ്യാനില്ല, അതും ശരിയാണ്. പക്ഷെ തനിക്ക് ചെയ്യാനാവുന്നത് താൻ ചെയ്യുന്നില്ലല്ലോ രവി. ദാറ്റ് ഇസ് ബാഡ്, വെരി ബാഡ്. ഡോക്ടർ ഒരു പുതിയ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ടുണ്ട് ഊട്ടിക്കടുത്ത്. പത്രത്തിലൊക്കെ വന്നിരുന്നു. സാർ അവിടെ പോണെന്നാ ഡോക്ടർ പറയുന്നത്. ഡോക്ടർ വന്നതും കണ്ടതും വളരെ വളരെ സന്തോഷം. പക്ഷേ ഞാൻ എവിടേക്കുമില്ല. ഈ സ്റ്റേജിൽ ഡോക്ടർക്ക് എന്നെ സഹായിക്കാനും ആവില്ല. യു ആർ റൈറ്റ്, എനിക്ക് സഹായിക്കാനാവില്ല. ദ ക്വസ്റ്റ്യൻ ഈസ്, തനിക്ക് തന്നെ സഹായിക്കാനാവുമോ? അതാണ് അറിയേണ്ടത്. വേണമെങ്കിൽ നോക്കാം. ഡോക്ടർ സിമോണ്ടൺ, റേഡിയോളജിസ്റ്റ്, യൂണിവേഴ്സിറ്റി ഓഫ് ടെക്സാസ്. ഡോക്ടർ ലോറൻസ് ഷിഹാൻ, ഡോക്ടർ റഷീദ് ബസീരി, യൂണിവേഴ്സിറ്റി ഓഫ് അയോവ, ഡോക്ടർ ദീപക് ചോപ്ര. ഇവരൊക്കെ പരീക്ഷിച്ച് അപ്രൂവ് ചെയ്ത പ്രോഗ്രാമാണ് ഞാനും ചെയ്യുന്നത്. കേൾക്കാൻ താൻ തയ്യാറുണ്ടോ? ഞാൻ ചില സിമ്പിൾ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പൊട്ടിയവരെയല്ലേ എങ്ങനെ തനിയെ കൂടിച്ചേരുന്നു? ഒന്നും ചെയ്യാതെ ഒരു മുറിവ് എങ്ങനെ ഉണങ്ങുന്നു? നമ്മൾ ആലോചിക്കാറില്ല. സാധാരണ സംഭവം. എങ്ങനെ? ശാസ്ത്രത്തിന് അറിയില്ല. ശാസ്ത്രത്തിന് വിവരിക്കാനാവാത്ത ഒരുപാട് പ്രക്രിയകൾ നടക്കുന്നു. എങ്ങനെ? ഉത്തരം, ശരീരത്തിന് അതിൻ്റെതായ ഒരു മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. അതാണ് പ്രവർത്തിക്കുന്നത്. അനാട്ടമിക്കും ഫിസിയോളജിക്കും പിടികിട്ടാത്തതാണ് ഈ ബുദ്ധി, ശരീരത്തിന്റെ ബുദ്ധി. കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ കഴിഞ്ഞതാണ് ഡോക്ടർ. ഡോക്ടർ റഹീം കണ്ട ശരീരമല്ല ഞാൻ കാണുന്നത്. കൊല്ലത്തിലൊരിക്കൽ ശരീരത്തിലെ 98% സെല്ലുകളും മാറുന്നു. 3 മാസത്തിനിടയ്ക്ക് അസ്ഥികൂടത്തിലെ സെല്ലുകളിലൂടെ കടന്നുപോകുന്ന അണുക്കൾ മാറുന്നു. മാസത്തിലൊരിക്കൽ ചർമ്മം മാറുന്നു. ചുരുക്കത്തിൽ റഹീം കണ്ട രോഗിയല്ല ഇപ്പോഴെന്റെ മുന്നിൽ. ആ ശരീരത്തെ അല്ല ഞാൻ ചികിത്സിക്കാൻ പോകുന്നത്. ഹെറാക്ലിറ്റസ് പറഞ്ഞില്ലേ, ഒരു പുഴയിൽ 2 തവണ ഇറങ്ങാൻ പറ്റില്ലെന്ന്. എന്താ അർത്ഥം? പുഴ മാറുന്നു, കാരണം വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കും. രോഗി ആദ്യം ശരീരത്തോട് കൽപ്പിക്കണം, കീഴടങ്ങരുത്. നീയും ഞാനും ചേർന്നൊരു പടയൊരുക്കത്തിന് തയ്യാറാവൂ. ബാബു, ഞാൻ മാർക്ക് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് വായിച്ചു കൊടുക്കൂ.
ആൻഡ് തിങ്ക് അബൌട്ട് ഇറ്റ്. തന്റെ ഈ ശിഷ്യം കൊള്ളാം. എന്നെ ഇന്റർവ്യൂ ചെയ്യാൻ വന്നപ്പോ എന്നോട് അവസാനം ഒരു ചോദ്യം, അമേരിക്കക്കാര് നിങ്ങൾക്ക് ഭ്രാന്താണ് അല്ലെങ്കിൽ നിങ്ങളൊരു ഫ്രോഡാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ? നൈസ് ക്വസ്റ്റ്യൻ. ഭ്രാന്തന്മാർ കുറെ പേരുണ്ടെന്ന് ഈ പേപ്പേഴ്സ് നോക്കിയാൽ അറിയാം. വരട്ടെ, ഞാൻ നാളെ മോർണിംഗ് ബിഫോർ 10 വരും. എന്റെ കൂടെ വരണം രവി. ഡോക്ടർ, മരിക്കാൻ ഒരുങ്ങി വന്നതല്ലേ, കുറെ കൂടി നല്ല പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലത്ത് കിടന്ന് മരിക്കാൻ ഞാൻ ക്ഷണിക്കുന്നു. എന്താ? ഞാൻ 5 മാസം കൂടി ഇന്ത്യയിലുണ്ടാവും. ഹോസ്പിറ്റലിൽ ഒരു ഫൈനൽ സെറ്റപ്പ് ആവുന്നത് വരെ. ചികിത്സയ്ക്കല്ല, എന്റെ കൂടെ കുറച്ച് ഹോളിഡേസ്. അതിനാണ് ഞാൻ ക്ഷണിക്കുന്നത്. എഗ്രി? രവിയേട്ടൻ എങ്ങോട്ടും പോണ്ട. അന്യ നാട്ടിലൊക്കെ അയാൾ പറയണത് കേട്ട് ചെന്ന് കിടന്ന നോക്കാൻ ആരുണ്ടാവുക? ഡോക്ടർ ഉണ്ണിയുടെ പരീക്ഷണമായിട്ട് ബാക്കി വെക്കണ്ട. അയാൾക്ക് എളുപ്പത്തിൽ കിട്ടിയ എന്റെ ശരീരമാണല്ലോ ഇവിടെ. പഴയ ഒരു ഫ്രണ്ടായി പോയില്ലേ. മൈൻഡ് ബോഡി മെഡിസിനിൽ ഞാൻ വായിച്ചതാണ് ഡോക്ടർ പറഞ്ഞ പലതും. സാർ പോണം. മാലിന്യം ഒന്ന് ഫോണിൽ കിട്ടുമെന്ന് നോക്ക്. രാജേന്ദ്രൻ ട്രൈ ചെയ്യാവോ എളുപ്പം? വിവരം പറഞ്ഞേക്ക്. കൂടെ വന്ന് നിൽക്കാനൊന്നും അവൾക്ക് ലീവ് ഉണ്ടാവില്ല. ദുർഗയ്ക്ക് വരാനാവോ? അമ്മോട് ചോദിക്കേ. ഞാൻ വരും. എനിക്ക് ആരുടെയും ലീവും സമ്മതം വേണ്ട. ഞാൻ നിന്നോളാം. ലീവ് കിട്ടില്ലേ അച്ഛാ? കടലാസിൽ 4 വരി എഴുതി കൊടുത്ത് ജോലി വേണ്ടാന്നും പറഞ്ഞ് ഒറ്റ ഇറങ്ങണം. ഭർത്താവ് അത്യാസന്നായി കിടക്കുമ്പോള് അങ്ങനെ തറവാട്ടി പറഞ്ഞ കുട്ടികളെ അച്ഛാ ചെയ്യ. അതിന് എന്ത് തറവാട്? അമ്മ ഇന്ന് മിണ്ടാണ്ടിരിക്കൂ. അമ്മയ്ക്കറിയില്ലേ, ഈ പഞ്ചായത്തിന്റെ അകത്ത് വിട്ട് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല. രവിയേട്ടന്റെ കൂടെ ചില സ്ഥലങ്ങളിൽ പോവാനൊരു യോഗം ഉണ്ടാവുമായിരിക്കും. അതിങ്ങനെയായിരിക്കും. 10 മണിന്നല്ലേ പറഞ്ഞത്? പ്രാർത്ഥനയ്ക്കും ഫലമുണ്ട് ചെറിയമേ. അത് തുറന്നുകൊണ്ടേയിരുന്നുള്ളൂ. ഞങ്ങളുടെ ഭാഷയിൽ ഹീലിംഗ് സയൻസ് എന്ന് പറഞ്ഞാൽ രോഗം ഭേദമാക്കുന്ന ശാസ്ത്രമായി അതും ഇപ്പോൾ അംഗീകരിച്ചിരിക്കുന്നു. നമ്മൾ നാടന്മാർക്കാണ് സംശയം. സാക്ഷാൽ അമേരിക്കയിലെ കൊടികുത്തി വാഴുന്ന ഡോക്ടർമാർക്ക് യാതൊരു സംശയവുമില്ല. ബാബു, എന്റെ ഈ ബാഗും കൂടി വെക്കണം. ആ. ചെറുമേ, ഞാൻ 2 ദിവസം കൂടുമ്പോ വിവരത്തിന് എഴുതാട്ടോ. സമയത്തിനെത്തുമെന്നായിരുന്നു മാലിന്യയുടെ ഭയം. ഞാൻ രാജേന്ദ്രൻ. ഹലോ. രവിയേട്ടന്റെ ഒരു ആരാധകൻ, ശിഷ്യൻ എന്നൊക്കെ പറയാം. ബാബു രാജേന്ദ്രന്റെ കൂടെ കയറിക്കോളൂ. ഞാൻ ഡോക്ടറുടെ വണ്ടിയിൽ. എന്റെ വൈഫാണ്. ദുർഗയും പോന്നോട്ടെ എന്ന് ഞങ്ങൾ നിശ്ചയിച്ചു. ഒരു സഹായത്തിന്. എന്തിന്? അവിടെ ഒരു സെറ്റപ്പ് ആവുന്നതുവരെ ഞാനുണ്ടാവും. ദുർഗ വരേണ്ട ആവശ്യമില്ല. പിന്നെ വേണമെങ്കിൽ അധികം എക്യുപ്മെന്റ്സ് ഒന്നും ഇല്ലെന്നാ തോന്നണേ. പക്ഷെ ഡോക്ടർ ഉണ്ണി ഹൈലി ക്വാളിഫൈഡ് ആണ്. എന്നാൽ രവിയേട്ടൻ സമ്മതിച്ചാണ് അത്ഭുതം. എന്തായാലും ഒരു ആസ്പത്രിയല്ലേ, പരിചയമുള്ളൊരു ഡോക്ടറുടെ സൂപ്പർവിഷനും ഉണ്ട്. നാട്ടിൽ കിടക്കുന്നതിനേക്കാൾ എനിക്കൊരു സമാധാനമുണ്ട്. മിസ്സസ് ശിവശങ്കർ, ഇവിടെ രോഗികളുടെ കൂടെ ആരും നിൽക്കണമെന്നില്ല. ഡോക്ടർ പറഞ്ഞില്ലേ? ഇല്ല, പറയും. ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് ഒക്കെ കൂടെ നിൽക്കുമ്പോഴാണ് രോഗി അസ്വസ്ഥനാവുന്നത്. ഇവരെയൊക്കെ വിട്ടുപോകേണ്ടി വരുമല്ലോ എന്ന് സബ് കോൺഷ്യസ് ഫിയർ. വി വോണ്ട് ദ പേഷ്യന്റ് ടു ബി ഫ്രീ മെന്റലി. ഡോക്ടർ എക്സ്പ്ലെയിൻ ചെയ്തു തരും. ഡോക്ടർ, ഞാൻ നോക്കാം. ആ, എല്ലാം നടന്നു കണ്ടോ? ഇതൊരു ഹോസ്പിറ്റൽ കം ആശ്രമമാണെന്ന് തോന്നാം.
എന്തായാലും വേദന മറന്ന് കിടക്കാൻ കഴിഞ്ഞാൽ മതി. സിസ്റ്റർ എന്തോ ആവട്ടെ.